ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പ് ആൻഡ് അക്കാഡമി. എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും മുൻ വൈസ് പ്രസിഡന്റുമായ ജോ ബൈഡന് വിജയം. നിലവിലെ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെ മറികടന്നാണ് ജോ ബൈഡൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 46ാം പ്രസിഡന്റാകും 77കാരനായ ബൈഡൻ. US പ്രസിഡന്റാകുന്ന ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന റെക്കോർഡോടുകൂടെയാകും ബൈഡൻ സ്ഥാനമേൽക്കുന്നത്. കാൽ നൂറ്റാണ്ടിനിടെ രണ്ടാം വട്ടം ലഭിക്കാതെ പുറത്താകുന്ന ആദ്യ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 3 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷം പെൻസിൽവേനിയ സ്റ്റേറ്റിലെ നിർണായക വോട്ടുകൾ പിടിച്ചതോടെയാണ് ബൈഡൻ ഭൂരിപക്ഷത്തിനു വേണ്ട 270 ഇലക്ടർ വോട്ടുകൾ മറികടന്നത്. BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ രാജ്യസഭയിലെ അംഗസംഖ്യ ചരിത്രത്തിലാദ്യമായി 100 കടന്നു. നവംബർ ആദ്യവാരം നടന്ന തെരഞ്ഞെടുപ്പോടെ 242 അംഗസഭയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 104 അംഗങ്ങളായി. NDAയിൽ BJPക്ക് മാത്രം 92 അംഗങ്ങളായി. JDUവിന്റെ 5 ചെറുഘടക കക്ഷികളുടെ 7 MPമാരും ഉൾപ്പെടെയാണ് ഭരണമുന്നണിയുടെ അംഗസംഖ്യ 3 അക്കം കടന്നത്. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ അംഗസംഖ്യ 38ആയി കുറഞ്ഞു. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യയാണിത്. 1952 ഏപ്രിൽ 3 നിലവിൽ വന്ന പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയുടെ ആദ്യ പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. പരമാവധി അംഗബലം 250 ആണ്. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന 12 പേരുൾപ്പെടെയാണ് ഈ 250 അംഗബലം. 6 വർഷമാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി. സന്ദേശവിനിമയ സംവിധാനമായ വാട്സപ്പ് മെസ്സഞ്ചറിന്റെ പേയ്മെന്റ് സേവനം ഇന്ത്യയിലും തുടങ്ങി. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് NPCIയുടെ അനുമതി ലഭിച്ചതോടെ നവംബർ 6 വാട്സപ്പ് ഇന്ത്യയിൽ പുതിയ സേവനം ആരംഭിച്ചത്. UPI അതായത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അടിസ്ഥാനമാക്കിയാണ് പണക്കൈമാറ്റം. ആൻഡ്രോയിഡിലും ആപ്പിൾ ഫോണിലും വാട്സപ്പിന്റെ ഏറ്റവും പുതിയ പതിപ്പിൽ 10 ഇന്ത്യൻ ഭാഷകളിലാണ് പണക്കൈമാറ്റത്തിനുള്ള സൗകര്യം. ഇന്ത്യയിൽ വാട്സപ്പിന് 40 കോടി ഉപഭോക്താക്കളാണ് ഉള്ളത്. 2009 US തുടങ്ങിയ വാട്സപ്പ് ഇപ്പോൾ ഫേസ്ബുക്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്. US തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് സ്വന്തമാക്കി. 56 വയസ്സാണ് കമല ഹാരിസ്. US വൈസ് പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിതയും ആദ്യ ഏഷ്യൻ വംശജയുമെന്ന റെക്കോർഡോടെയാണ് തമിഴ്നാട്ടിൽ വേരുള്ള കമലയുടെ തെരഞ്ഞെടുപ്പ്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡനൊപ്പം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്നു കമല ഹാരിസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മൈക്ക് പെൻസ് ആയിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. അമ്മ ശ്യാമള ഗോപാലൻ വഴി ഇന്ത്യയിലും അച്ഛൻ ഡൊണാൾഡ് ഹാരിസ് വഴി ജമൈക്കയിലുമാണ് കമല ദേവി ഹാരിസിന്റെ വേരുകൾ. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരത്തിന് സംവിധായകൻ ഹരിഹരൻ അർഹനായി. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണിത്. 5 ലക്ഷം രൂപയാണ് JC ഡാനിയൽ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. 4 ദേശീയ ചലച്ചിത്ര അവാർഡുകളും 6 സംസ്ഥാന അവാർഡുകളും കരസ്ഥമാക്കിയ ഒരു വടക്കൻ വീരഗാഥ ഉൾപ്പെടെ 50ലേറെ ചിത്രങ്ങളാണ് അരനൂറ്റാണ്ടിലേറെ പിന്നിട്ട സിനിമാ ജീവിതത്തിൽ ഹരിഹരൻ സംവിധാനം ചെയ്തത്. സർഗം, കേരളവർമ്മ പഴശ്ശിരാജ എന്നീ സിനിമകളും മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ഹരിഹരന് സമ്മാനിച്ചിട്ടുണ്ട്. ലേഡീസ് ഹോസ്റ്റൽ, കോളേജ് ഗേൾ, അയലത്തെ സുന്ദരി, രാജഹംസം, ഭൂമിദേവി പുഷ്പിണിയായി, പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, സർഗം, പരിണയം, ഒരു വടക്കൻ വീരഗാഥ, കേരളവർമ്മ പഴശ്ശിരാജ തുടങ്ങിയവ ഹരിഹരൻ സംവിധാനം ചെയ്ത ശ്രദ്ധേയ ചിത്രങ്ങളാണ്. മലയാള സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന JC ഡാനിയലിന്റെ പേരിൽ 1992 പുരസ്കാരം തുടങ്ങിയത്.